ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട് ക്ലട്ടേർഡ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം, ഒത്തിരി ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡീക്ലട്ടറിങ് ആണ് ചെയ്യേണ്ടത്. നമ്മുടെ വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ കുറയ്ക്കുക, എടുത്ത് കളയുക. അപ്പോൾ വീട് ഓർഗനൈസ്ഡ് ആയാൽ തന്നെ നമ്മുടെ ലൈഫും നല്ല പോലെ ഓർഗനൈസ്ഡ് ആവും. അപ്പം ഡീക്ലട്ടറിങ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് ക്ലട്ടർ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം നമ്മളത് സ്ലോലി ഒഴിവാക്കിയെടുക്കാൻ. ഇത് പയ്യെ നമ്മൾ ഹാബിറ്റാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം എഴുന്നേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് നാളും കൊണ്ടാണ് നമുക്കത് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രോസസ്സിലാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഈ ഒരു ടിപ്സും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ഒരു സൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്ലോർ സ്പേസ് നമ്മൾ സ്റ്റോറേജ് ആയിട്ട് എടുക്കാൻ തുടങ്ങും. നമ്മുടെ കബേർഡ്സ്, പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്സ്, നമ്മുടെ ഷെൽഫുകൾ, അതുപോലെ കയ്യിലുള്ള സ്റ്റോറേജ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഫ്ലോർ സ്പേസിലോട്ട് വരും. അപ്പം അങ്ങനെ ചെയ്യുമ്പം തറയിൽ കിടക്കുന്ന അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള ഡസ്റ്റ് എല്ലാം ഈ സാധനങ്ങളിലോട്ട് വരും. അതുപോലെ ഒത്തിരി കൊതുകും ഇൻസെക്ട്സും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പം ഈ ഐറ്റംസ് നമ്മൾ മാറ്റി വെച്ച് വേണം ക്ലീൻ ചെയ്യാൻ. അത് നമുക്കൊരു എക്സ്ട്രാ തലവേദനയാണ്. അപ്പോൾ ഇതുപോലെ ഫ്ലോർ സ്പേസ് ക്ലട്ടേർഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ ക്ലട്ടേർഡ് ആയിട്ടുള്ളൊരു സ്പേസ് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലട്ടർ ഫ്രീ സ്പേസ് ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനി അടുത്തൊരു കാര്യമാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത്. നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ, നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ ആവശ്യത്തിന് സമയമില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ വല്ലാതെ അങ്ങ് പാനിക്കാവുന്നു. എങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് പ്രസൻറ്റബിൾ ആക്കി ഇടും എന്നെല്ലാം നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നു. അപ്പം ആരെങ്കിലും വന്നാലും നമ്മൾ എക്സ്ക്യൂസ് പറയും, അയ്യോ എനിക്ക് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയില്ല, ഞാൻ പുറത്ത് പോയേക്കായിരുന്നു. അങ്ങനെ എല്ലാം എക്സ്ക്യൂസുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള കാരണം നമ്മുടെ വീട് ക്ലട്ടേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലീൻ ചെയ്യാനുള്ള ശരിക്കുള്ള സമയം കിട്ടാത്തത്. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിലുള്ള ക്ലട്ടേഴ്സ് ഒഴിവാക്കി എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആയിരിക്കും, ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇതുകൊണ്ടാണ് ഡീക്ലട്ടറിങ് ചെയ്യണമെന്ന് പറയുന്നത്. വീട് ക്ലട്ടേർഡ് ആയാലും നമുക്കൊരിക്കലും അത് ഓർഗനൈസ്ഡ് ആക്കി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലട്ടർ കുറച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈസി ആയിട്ട് ഒതുക്കി വെക്കാൻ പറ്റും. അങ്ങനെ ഒതുങ്ങിയിരുന്നാൽ ക്ലീനിങ്ങും ഈസിയാക്കാൻ പറ്റും. മാക്സിമം നമ്മൾ ഓരോ സാധനങ്ങൾക്കും അതത് ഹോം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കി കളയാനും ശ്രദ്ധിക്കുക. ഇനിയത്തെ ഒരു കാര്യമാണ്, നമ്മൾ കുറേ ഓർഗനൈസേഴ്സ് വാങ്ങിക്കും. നമ്മൾ എത്ര ഓർഗനൈസേഴ്സ് വാങ്ങിച്ചാലും നമുക്ക് മതിയാവില്ല. പല ട്രേസ്, പിന്നെ ആമസോണിൽ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്തൊക്കെ ഓർഗനൈസേഴ്സാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. അതുപോലെ സ്റ്റോറേജുള്ള ബെഡ്, പിന്നെ ഓട്ടോമാൻ സ്റ്റൂള്, സോഫേൻ്റെ അകത്ത് സ്റ്റോറേജ് ഉള്ളത്, ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും. പല വുഡൻ ഷെൽഫ്സും എല്ലാം ഉണ്ടായാലും നമുക്ക് എത്ര ഓർഗനൈസേഴ്സ് ഉണ്ടായാലും തികയില്ല. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലട്ടർ ഒഴിവാക്കുന്ന ഹാബിറ്റ് ഇല്ലെങ്കിൽ വീണ്ടും സാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഒരു ഐറ്റത്തിൻ്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടാവുക. അതെന്ത് തന്നെ ആവാം, ഷർട്ട്സ് ആവാം, ഡ്രസ്സസ് ആവാം, പാത്രങ്ങളാവാം, കിച്ചൺ ടവൽസ് ആവാം, ജ്വല്ലറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, നമ്പർ ഓഫ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സ്പേസും ക്ലട്ടേർഡ് ആവുന്നു. പിന്നെയും നമുക്ക് ചില സമയത്ത് ഒരുപാട് ഐറ്റംസ് ഉള്ളത് കൊണ്ട് നമ്മൾ സെർച്ച് ചെയ്താലും സാധനം കാണാതെ നമ്മൾ വീണ്ടും അത് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രോസറി ഐറ്റംസൊക്കെ ഇതുപോലെ മൾട്ടിപ്പിളായിട്ട് ഉണ്ടായാൽ കുറേ അധികം സാധനങ്ങൾ എക്സ്പയർഡ് ആവുകയും ചെയ്യും. പിന്നെ നമ്മളതെടുത്ത് കളയും.
ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ സമയം അതുപോലെ നമ്മുടെ ഒരുപാട് കാശും നഷ്ടമാവണം. അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉള്ള സാധനങ്ങൾ നീറ്റായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഐറ്റത്തിൻ്റെ തന്നെ നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലായിട്ട് ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് പുതിയതായിട്ട് നമ്മളൊരു ഐറ്റം എപ്പോൾ വാങ്ങുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ ഐറ്റംസ് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുമോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ വീടിൻ്റെ ചില ഏരിയാസ് നമ്മളൊരു ഡംപിങ് സോണായിട്ട് മാറ്റിയിട്ടുണ്ടാവും. അതായത് ഒരു ഗരാജൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എല്ലാ ഐറ്റംസും നമ്മൾ ഒതുക്കി വയ്ക്കാത്ത എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവന്നിടും. ആ ഒരു ഏരിയ തൽക്കാലത്തേക്ക് എല്ലാ ഐറ്റംസും കൊണ്ടുവന്ന് വയ്ക്കാനുള്ള ഒരു ഏരിയ, ഇങ്ങനെ ഒരു ഏരിയ വന്നു കഴിയുമ്പോൾ നമ്മുടെ വേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചാൻസ്. വീട്ടിലെപ്പോഴും ഒരു സ്പേസ് ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ നമുക്കുണ്ടാവുക. നമ്മുടെ ഡ്രോയേഴ്സ് നോക്കിയാലും എന്ത് നോക്കിയാലും ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കി മാക്സിമം നമ്മുടെ ഉള്ള സ്പേസിൽ തന്നെ സാധനങ്ങൾ ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതൽ ഓർഗനൈസേഴ്സ് വെച്ചിട്ട് നീറ്റാകും എന്ന് വിചാരിക്കാതെ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റീമോഡലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഴ്സൊക്കെ തന്നെ വെച്ചിട്ട് കൂടുതലും സാധനങ്ങൾ നീറ്റാക്കി വയ്ക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ക്ലട്ടർ ഒഴിവാവുന്നതോടുകൂടി തന്നെ ഈ സ്പേസ് ഇല്ലാത്ത ഇഷ്യൂവിന് ഒരു പരിഹാരം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയത്തെ ഒരു കാര്യമാണ് സാധനങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്താതിരിക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും ഓരോ ഐറ്റംസ് നോക്കിയാലും നമുക്ക് അറിയില്ല എവിടെയാണ് ഉള്ളതെന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മളൊരു സാധനം നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലത് ഇല്ലാതിരിക്കുക. ആർക്കാണെങ്കിലും ഓരോ ഐറ്റം എവിടെയാണ് ഇരിക്കുക എന്ന് അറിയാതിരിക്കുന്നത് നമ്മുടെ വീട് ക്ലട്ടേർഡ് ആണെന്നുള്ളതിന് നല്ലൊരു സൈനാണ്. നമ്മൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാൻ നേരത്തായിരിക്കും ചില ഡ്രസ്സ് കാണാതെ നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സെല്ലാം തന്നെ മാറ്റി വലിച്ചിട്ടിട്ട് നമ്മുടെ ആ ഡ്രസ്സ് കണ്ടുപിടിക്കും. അപ്പോൾ വീണ്ടും ആ വാർഡ്രോബ് മെസ്സാവും, വീണ്ടും നമ്മുടെ സമയം വേസ്റ്റാവും. അതുപോലെ അത്യാവശ്യമുള്ള ഫയൽസ്, മെഡിസിൻസ് ഇതെല്ലാം തന്നെ നോക്കിയാൽ നമുക്ക് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സമയവും നഷ്ടപ്പെടും. നമ്മുടെയൊക്കെ വീടിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോറേജ് കൊടുക്കാറുണ്ട്, ഒരു ലോഫ്റ്റ് ഏരിയ ആയിട്ടല്ലേ. മുറികളിലും അതെ, അതുപോലെ ബാൽക്കണിയിലൊക്കെ നമ്മൾ ലോഫ്റ്റ് ഏരിയ തട്ടുകൾ കൊടുക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഇങ്ങനെയുള്ള സ്പേസുകളിൽ നമ്മൾ ആക്കി വെക്കുക. അപ്പോൾ നമുക്കത് ക്ലട്ടറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കില്ല. അതിന് പകരം നമ്മൾ എന്തെങ്കിലും കാലത്ത് ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് ഈ ലോഫ്റ്റ് ഏരിയാസിൽ എടുത്തു വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സീസണലായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ്, എന്താ പറയുക, വിൻ്റർ ക്ലോത്ത്സ്, പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്യൂട്ട് കേസസ്, അതെല്ലാമാണ് ഇങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ക്ലട്ടറായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ഡൈനിങ് സ്പേസ് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ മാറ്റാറുണ്ട്. എല്ലാവരും തന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ് ഡൈനിങ് സ്പേസ്. അപ്പോൾ എന്ത് സാധനം കൊണ്ടുവന്നാലും പെട്ടെന്നൊരു ഫ്രീ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പ് കാണുമ്പോൾ, അതായത് ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കാണുമ്പോൾ അവിടെ കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു ടെൻഡൻസി പലർക്കും ഉണ്ട്. ഇത് ഒരു എന്താ പറയുക, റൂമിൻ്റെ ലുക്ക് തന്നെ മാറ്റുകയും ഒരു വൃത്തിയില്ലാത്ത ഫീല് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ ഡൈനിങ് സ്പേസ് ക്ലിയർ ആക്കി തന്നെ ഇരിക്കുക. എപ്പോഴും സാധനങ്ങൾ, കുട്ടികളിരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ അതെടുത്ത് മാറ്റി ഏറ്റവും വൃത്തിയാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഹോം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എ ഹോം ഫോർ എവറിത്തിങ്, എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് എന്നാണല്ലോ പറയുക. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ക്ലട്ടർ ഒഴിവാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ഇല്ലാതിരിക്കുമ്പോൾ ക്ലട്ടർ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സൈൻ തന്നെയാണ്. അപ്പം മാക്സിമം നമ്മൾ ആവശ്യമില്ലാത്തത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു ഹോം ഉണ്ടാവുന്നതോടുകൂടി നമ്മുടെ വീട്ടിലെല്ലാവർക്കും സാധനങ്ങൾ എവിടെയാണെന്ന് ഓർമ്മയുണ്ടാവുകയും അപ്പം നമ്മൾ തന്നെ എല്ലാം എടുത്തു കൊടുക്കേണ്ട ആവശ്യം അതെല്ലാം ഒഴിവാകുന്നു. അപ്പം നമ്മുടെ ലൈഫ് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ, നമ്മുടെ സ്ട്രെസ്സ് കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു.
അപ്പോൾ നമ്മുടെ വീട്ടിൽ ക്ലട്ടർ ഉണ്ട് എന്നുള്ളതിനുള്ള കുറച്ച് സയൻസാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഇത് ഡീക്ലട്ടറിങ് ചെയ്യാനൊരു മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു ജേർണി കൂടെയാണ് പോകുന്നത്. ഇപ്പം പുതിയ വീട്ടിലോട്ട് മാറിയതോടുകൂടി ഒരുപാട് ഡീക്ലട്ടറിങ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും പക്ഷേ നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ കളയാൻ മടിയുള്ളത് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ച് ക്ലട്ടർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്തതോടുകൂടി ഞാൻ വീണ്ടും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ക്ലട്ടറൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു സ്പേസ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും അതുപോലെ നിങ്ങളുടെ സ്പേസ് ക്ലട്ടറൊക്കെ ഒഴിവാക്കി ഓർഗനൈസ്ഡ് ആയിട്ട് നല്ലൊരു സ്പേസിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.